ഹലോ, ഇന്ന് കർക്കിടകം 1 രാമായണ മാസം തുടങ്ങുകയാണ്. അപ്പം നമ്മളിന്ന് രാവിലെ ശ്രീരാമൻ്റെ അമ്പലത്തിൽ പോയി. ഇത് ഒരുപാട് പഴങ്കം ചെന്നൊരു അമ്പലമാണ് കേട്ടോ. ഒത്തിരി ആളുകൾ കേട്ടറിഞ്ഞ് വരുന്നൊരു സ്ഥലമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം തിരുമറയൂർ. ഇത് ശ്രീരാമൻ സീതയെ അന്വേഷിച്ച് പോകുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞും എന്തോ വന്നിരുന്നൂന്നോ അങ്ങനെ എന്തൊക്കെയോ കഥകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് തിരുമറയൂർ എന്ന പേര് വന്നത് എന്നും പറയുന്നുണ്ട്. ശരിക്കുമുള്ള കഥ എനിക്കറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഈ അമ്പലത്തിന് തൊട്ടടുത്തായിട്ട് ഇതുപോലെ പഴക്കം ചെന്നൊരു കൊട്ടാരമുണ്ട് കേട്ടോ. ഈ കൊട്ടാരം ഞങ്ങൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് മണിച്ചിത്രത്താഴ് സിനിമ ഷൂട്ട് ചെയ്ത കൊട്ടാരമാണെന്നൊക്കെയാണ്. നാഗവല്ലിയുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ നമ്മൾ സ്കൂളിലൊക്കെ പോയി ബെഡായി അടിക്കാറുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്തത് നമ്മുടെ തിരുവനന്തപുരം കൊട്ടാരം ഹിൽ പാലസിലാണെന്നൊക്കെ നിങ്ങൾക്കറിയാലോ. പിന്നെ ഈ അമ്പലത്തിൽ ഇന്ന് മെയിനായിട്ട് നമുക്ക് കൈനീട്ടം കിട്ടും. അതായിരുന്നു കേട്ടോ ചെറുപ്പം മുതലുള്ള ഞങ്ങളുടെ ഒരു മെയിനായിട്ടുള്ളൊരു ഇങ്ങോട്ട് വരാനുള്ള ഇഷ്ടപ്പെട്ടൊരു കാര്യം. ഈ അമ്പലത്തിൽ ഞങ്ങൾ ചെറുപ്പം മുതൽ ഒരുപാട് ഓടിക്കളിച്ചൊക്കെ നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മൂമ്മ ഈ അമ്പലത്തിൽ മെയിൻ ഒരാളായിരുന്നു. അപ്പോൾ അമ്മൂമ്മ ഇവിടെ ഇരുന്ന് ഇങ്ങനെ രാമായണമൊക്കെ വായിക്കുമായിരുന്നു, ഞങ്ങളെ കൂടെ പിടിച്ചൊക്കെ ഇരുത്തുമായിരുന്നു. ഇപ്പം അമ്മൂമ്മ ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഓർമ്മകളാണ് ഇവിടെ വരുമ്പോൾ. പിന്നെ ഈ അമ്പലം ഇരിക്കുന്ന വളരെ പ്രകൃതിരമണീയമായൊരു സ്ഥലത്താണ് കേട്ടോ. ചുറ്റും പാടം, ഒത്ത നടുക്കിയ അമ്പലം. ഇന്ന് ഈ അമ്പലത്തിൽ വിശേഷമായിട്ട് നമുക്ക് കഞ്ഞിയൊക്കെ കിട്ടും കേട്ടോ. പണ്ട് ഔഷധക്കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് സാധാരണ കഞ്ഞിയായിരുന്നു. അതെല്ലാം കുടിച്ച് കൈനീട്ടമൊക്കെ മേടിച്ച് സന്തോഷമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം പത്തിലക്കറി കൂട്ടി കഴിക്കും, അതുപോലെ മുക്കുറ്റി തലയിച്ചോടും, മുക്കുറ്റി അരിച്ച് നെറ്റിയിട്ടേക്കും, അങ്ങനെയൊക്കെ ഓരോരോ ആചാരങ്ങളുണ്ടല്ലോ. ഇപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടോയെന്നറിയില്ല. പണ്ട് നമ്മുടെ വീട്ടിൽ ഔഷധക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു, അമ്മൂമ്മ ഉണ്ടായിരുന്നപ്പോൾ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ളവർക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ.